ഫ്രൈഡേ ക്ലബിൻ്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബൂബക്കർ സാർ, എൻ്റെ ഓണററി സെക്രട്ടറി ശ്രീ ഷബീർ സാർ, പിന്നെ എൻ്റെ ഗുരുനാഥന് തുല്യനായ മുഹമ്മദ് യൂസഫ് സാർ ഇവിടെയുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളും ഇവിടെ ഇന്ന് ഈ വേദിയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഫ്രൈഡേ ക്ലബിനോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ക്ലബിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എങ്കിലും ഇതിൻ്റെ ഇങ്ങനെയുള്ള വാരാന്ത്യ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ സാറ് പറയുമായിരുന്നു മിക്കവാറും ഇതിനെല്ലാം ഒരു 30 പേരെങ്കിലും ഒക്കെ സ്ഥിരം ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കും, വളരെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും എന്നൊക്കെ സാറ് പറയുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഈ കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പം അതാണ് നമ്മളൊരു ടോപ്പിക്കായിട്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ദിവസവും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് അനുഭവിച്ച ആ കടുത്ത ചൂടിൻ്റെ സമയത്തൊക്കെ അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു സൂചനയാണ് എന്നൊക്കെ എല്ലാ മാധ്യമങ്ങളും ശാസ്ത്രകാരന്മാരും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. ഇപ്പം ആൻഡ് ഈവൻ ഒരു 10 ദിവസം മുമ്പ് നമ്മളൊരു വി ഹാവ് എക്സ്പീരിയൻസ്ഡ് എ ക്ലൗഡ് ബേഴ്സ്റ്റ്. ഞാൻ കളമശ്ശേരിയിൽ താമസിക്കുന്ന ആളാണ്. ആ ഭാഗത്ത് ഒരു വലിയ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായി. അപ്പോൾ 1 hourൽ 100 mm, ഏതാണ്ട് 98.9 mm മഴ പെയ്യുന്നൊരവസ്ഥ വന്നു. അപ്പം നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിനൊന്നും അത്രയൊന്നും വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഓവർഫ്ലോ ചെയ്തു, റോഡുകളൊക്കെ നിറഞ്ഞ് മുട്ടറ്റം വെള്ളമൊക്കെ റോഡിലൊക്കെ വരുന്ന അവസ്ഥ വന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്നു, ആ അവസ്ഥയൊക്കെ വന്നു. 2018 പ്രളയകാലത്ത് പോലും വരാത്ത അവസ്ഥ ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ അയൽവാസികൾക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഇത് തീർച്ചയായിട്ടും ഇത് ഈ കാലാവസ്ഥ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് തന്നെയാണ് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നത്. അപ്പം നമുക്കിന്ന് എന്തെല്ലാമാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാരണങ്ങൾ, അതുപോലെ അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്ട്സ്, പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ, അത് എങ്ങനെ അതിൻ്റെ മിറ്റിഗേറ്റീവ് മെഷേഴ്സ് എന്തെല്ലാമാണെന്ന് ഇതിനെക്കുറിച്ചൊരു ചർച്ചയാണ്. ഇത് വലിയ, എനിക്ക് തോന്നുന്നത് നമുക്ക് അതിൻ്റെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഒരു ചുരുങ്ങിയ സമയത്ത് ഒരു 30 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഈ വശങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്നിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിക്കുള്ള പരിമിതമായ അനുഭവ പരിചയം നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇന്ന് ലോകമെമ്പാടും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അത് അതിശൈത്യമാണ്, ചില സ്ഥലത്ത് എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ് വരുന്നു, പിന്നെ ചില സ്ഥലങ്ങളിൽ വലിയ വെള്ളപ്പൊക്കങ്ങൾ, ഒരു വലിയ ഫ്ലഡ് ഉണ്ടാവുന്നു, പിന്നെ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് സൈക്ലോണിക് സ്റ്റോമും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡുകളും, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എല്ലാ രാജ്യങ്ങളിലുമുള്ള മനുഷ്യനും അതുപോലെ തന്നെ നമ്മുടെ വന്യജീവികളും വൈൽഡ് ലൈഫും ഒക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ നമ്മൾ അനുഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആനയൊക്കെ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നാട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇതുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടുത്താമെന്നാണ് പറയുന്നത്. കാരണം വനങ്ങളിലൊന്നും വെള്ളമില്ലാതാവുന്നു, അവിടേക്ക് ഭക്ഷണമില്ലാതാവുന്നു. അപ്പോൾ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ കാട്ടിലേക്ക് എൻക്രോച്ച് ചെയ്തതിൻ്റെയൊക്കെ കുറേ എഫക്റ്റൊക്കെ ഉണ്ടായിരിക്കാം, അതിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതെന്നാണ് പരക്കെ നമ്മൾ എല്ലാം ശാസ്ത്രലോകം ആ ഒരു തിയറിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ 2 ടേംസും ഒരേ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും നമുക്ക് വേണമെങ്കിൽ പറയാം ഗ്ലോബൽ വാർമിംഗ് ആണ്
ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതിന് ഒരു മുഖ്യ കാരണം. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ് എന്നുള്ളതും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് അറിയാവുന്ന കാര്യമാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയും മീഥൈൻ പോലെയും, അതുപോലെ ഈവൻ വാട്ടർ വേപ്പർ പോലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അതുപോലെ നൈട്രജൻ ഓക്സൈഡുകൾ, നമ്മുടെ ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, നമ്മുടെ റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണറിലും ഒക്കെ ഉപയോഗിക്കുന്ന കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്ന CFCs, ഇതെല്ലാം അതിൻ്റെ എല്ലാം വേപ്പേഴ്സ് പുറത്തു വന്ന് അതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസുകളായിട്ട് മാറണം. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ പ്രസൻസ് ആണ് ഈ ഒരു ഇതിന് കാരണമാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ, നമ്മുടെ ഈ പ്ലാനറ്റിൻ്റെ ആ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് പ്രകൃതിയിൽ തന്നെ ആ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ വർഷമായിട്ട് നമ്മുടെ ഭൂമി നിലനിൽക്കുന്നു. അത് വളരെ സ്ലോ ആയിട്ട്, അതൊരു സ്ലോ പ്രോസസ്സായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ വേഗം കൂടി എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഏതാണ്ടൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം തൊട്ട് ഈ ടെമ്പറേച്ചർ റൈസിൻ്റെ ആ റേറ്റ് ഓഫ് ടെമ്പറേച്ചർ റൈസ് കൂടി വരുന്നു എന്നാണ് പല സ്റ്റഡീസും കാണിക്കുന്നത്. അപ്പം അതുപോലെ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഫലമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഈ ആവറേജ്, നമ്മുടെ ഭൂമിയുടെ ആ ആവറേജ് ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ട് ഈ കാലാവസ്ഥാ മാറ്റം വരുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ കനത്ത മഴയും വെള്ളപ്പൊക്കവും, അതുപോലെ വിൻഡ് പാറ്റേൺസിൽ, നമ്മുടെ കാറ്റിൻ്റെ ആ പൊതുവായിട്ടുള്ളൊരു പാറ്റേണിലും മാറ്റങ്ങൾ വരുന്നു. കാരണം ഈ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കാറ്റിൻ്റെ ആ ഫ്ലോ, എയർ ഫ്ലോ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ മാറ്റം വരുന്നു. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു അനന്തരഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഉണ്ടായ കാലം തൊട്ട് തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ടെമ്പറേച്ചർ ഒക്കെ മാറുന്നുണ്ട്, ക്ലൈമറ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം പക്ഷേ ആ കാലത്തൊക്കെ അത് ഭൂമിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു. കാരണം ഭൂമിക്ക് തനിയെയുള്ള ഒരു നാച്ചുറൽ സൈക്കിൾസ് ഓഫ് എർത്ത് ഹാസ് നാച്ചുറൽ സൈക്കിൾസ് ഓഫ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ആ കൂളിംഗ് ഹീറ്റിംഗ് സൈക്കിളുകൾ അത് ഒരു ക്രമാനുഗതമായിട്ട് നടക്കുവാണെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രമുള്ള കൃഷിയും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിയും മറ്റുമൊക്കെ ആയിട്ട് മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ വ്യവസായ വിപ്ലവം കഴിഞ്ഞതോടെ നമ്മൾ ഫോസിൽ ഫ്യൂവലുകൾ കത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 150 വർഷക്കാലത്തെ ആ ടെമ്പറേച്ചർ റൈസിൻ്റെയൊക്കെ ചില മാപ്പുകളൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഓരോ വർഷവും ഓരോ 10 വർഷത്തിലും വന്നിട്ടുള്ള ആ ടെമ്പറേച്ചർ റൈസ് എങ്ങനെ പോകുന്നു. അത് 20-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോഴേക്കും അതിൻ്റെ ആ റേറ്റ് ഓഫ് ടെമ്പറേച്ചർ റൈസ് കൂടിക്കൂടി വന്നു. ഇന്ന് അത് അപ്പം നമ്മൾ പറയുന്നത് ആ ഒരു ഈ പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ കാലത്തുള്ളതിനേക്കാൾ ഒരു 1.5 ഡിഗ്രി കൂടുതൽ ടെമ്പറേച്ചർ റൈസ് വരാതെ നോക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ ലക്ഷ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പല സംഘടനകളും ഒക്കെ ഉണ്ട്. UNFCCC എന്നൊക്കെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ എല്ലാ വർഷവും ഇപ്പം അടുത്ത ഒരു മീറ്റിംഗ്, അവരുടെ ഒരു കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നുള്ള മീറ്റിങ്ങുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് COP16 ആണ് ഇപ്പോൾ ഉടനെ വരുന്നത്. അത് സൗദി അറേബ്യയിൽ ഡിസംബറിൽ നടക്കാൻ പോവാണ്. COP15 UAEയിൽ ദുബായിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ലോകരാജ്യങ്ങളിലെ പരിസ്ഥിതി പോളിസി മേക്കേഴ്സ്, എൻവയോൺമെൻ്റൽ മിനിസ്റ്റേഴ്സും അതുപോലെ അവിടെയുള്ള സയൻറ്റിസ്റ്റുകളും ഒക്കെ കൂടിയിരുന്ന് ആലോചിക്കുക എന്തെല്ലാമാണ്. പക്ഷേ ഈ ടാർഗറ്റുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആർക്കും അറിയില്ല. ഇന്നും ഈ കാലാവസ്ഥാ ഉടമ്പടികളിലൊന്നും വികസിത രാജ്യങ്ങളൊന്നും പലരും ഒപ്പുവെച്ചിട്ടില്ല. ഇപ്പം USA ഒന്നും അതിൽ സിഗ്നേറ്ററി അല്ല. അപ്പോൾ അവർക്കൊന്നും അത് പാലിക്കേണ്ട ഒരു ബാധ്യതയില്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ട്. കാരണം ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിന് അവരുടെ എനർജി കൺസംഷൻ കുറച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പം അവർക്കത് ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമി എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്.
അതിൽ ഒന്ന് നമ്മുടെ അന്തരീക്ഷമാണ്. അന്തരീക്ഷത്തിലുള്ള വായു ആദ്യത്തെ ഒരു ഫാക്ടറാണ്. രണ്ടാമത്തേത് നമ്മൾ ബയോസ്ഫിയർ എന്ന് വിളിക്കുന്ന ലിവിങ് തിങ്സ് ഉള്ള ആ ബയോസ്ഫിയർ എന്നാണ് നമ്മൾ ജൈവമണ്ഡലം എന്ന് മലയാളത്തിൽ പറയാം. ബയോസ്ഫിയർ, ആ ബയോസ്ഫിയറിലാണ് നമ്മുടെ ഈ ജീവൻ ലിവിങ് തിങ്സിനെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളതൊരു ക്രയോസ്ഫിയറാണ്. ഐസ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ. അതിൽ ഐസും പെർമാഫ്രോസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഐസ് മൂടിക്കിടക്കുന്ന ഐസ് ഇപ്പം നമ്മുടെ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും ഒക്കെ ഉള്ള, അതുപോലെ അതിശൈത്യയിൽ നമ്മുടെ സൂര്യരശ്മികൾ, സോളാർ റേഡിയേഷൻ ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പം അത് ഭൂമിയിൽ പതിക്കുന്ന സോളാർ റേഡിയേഷൻ അത് മുഴുവനും ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചൂട് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു നല്ല ഭാഗം റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിൽ മിനിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ജീവികളെയെല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ള ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്കിയുള്ള ഈ സോളാർ റേഡിയേഷൻ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു പ്രക്രിയയാണ് നടക്കേണ്ടത്. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കൂടിയപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ആ രശ്മികളെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അംബർല, അതിൻ്റെ ഒരു ലെയർ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ട് അതിനെ തടഞ്ഞു നിർത്തുന്നു. തിരിച്ചു വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വിടുന്നു. അപ്പം അങ്ങനെയാണ് ഇത് ചൂട് കൂടുന്നത് എന്നുള്ള ആ ഒരു സിദ്ധാന്തമാണ്, ആ ഒരു തിയറിയാണ് ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് അതാണ്ട് ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് ഏതാണ്ട് 19th സെഞ്ച്വറിയിൽ തന്നെ, നമ്മുടെ 19ാം നൂറ്റാണ്ടിൽ തന്നെ ശാസ്ത്രകാരന്മാർ പഠിച്ചിരുന്നു. ഈ ഒരു ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെയുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഫോറിയർ എന്ന് പറയുന്ന ശാസ്ത്രകാരനാണ്. വളരെ പ്രഗത്ഭനായ ഫിസിസിസ്റ്റും മാത്തമാറ്റീഷ്യനും ഒക്കെ ആയിരുന്നു. നമ്മൾ ചിലരൊക്കെ പഠിച്ചു കാണും കോളേജുകളിലൊക്കെ 4 year സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കും. അദ്ദേഹമാണ് ഈ ഒരു സങ്കല്പം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, എല്ലാത്തിലും 4 years ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതല്ല. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. കാരണം അന്നേ ഈ ഒരു പ്രതിഭാസം കാണപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ പല വാട്ടർ വേപ്പർ, നീരാവി പോലും ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥൈൻ ഉണ്ട്, നൈട്രജൻ ഓക്സൈഡുകൾ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, അങ്ങനെയൊക്കെയുള്ള ഗ്യാസസ്, ഇതെല്ലാം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. അപ്പം ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ആ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് പറയുന്നത്. എത്രത്തോളം ഗ്ലോബൽ വാർമിങ്ങിന് ഈ ഓരോ ഗ്യാസിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു സ്കെയിലാണ് അത് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഒന്നാണെങ്കിൽ അതിനേക്കാളും വളരെ കൂടുതലാണ് മീഥൈൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അപ്പം മീഥൈൻ എമിഷനും അതിനൊക്കെ വലിയ എഫക്റ്റാണ് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. മീഥൈൻ ഗ്യാസുമായിട്ട് ഇപ്പം നമ്മുടെ ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നത്, നമ്മളുടെ ഈ കാറ്റിൽ, ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ മീഥൈൻ എമിഷൻ്റെ ഒരു മേജർ സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. കാറ്റിൽ അവിടെ നിന്നുള്ള ഈ മീഥൈൻ ഉണ്ടാവും. പലപ്പോഴും അവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നൊക്കെ പുറത്തു വരുന്ന മീഥൈൻ, അതുപോലെ തന്നെ ചാണകത്തിൽ നിന്നൊക്കെ അതിൻ്റെ ഡൈജഷനൊക്കെ നടക്കുമ്പോൾ വരുന്ന മീഥൈൻ, അതെല്ലാം അന്തരീക്ഷത്തിൽ വന്നിട്ട് അത് ഗ്ലോബൽ വാർമിങ്ങിന്, ഗ്രീൻ ഹൗസ് ഗ്യാസായിട്ട് അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂട്ടുന്നു എന്നൊക്കെ ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വാതകങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. കാരണം നമ്മൾ കത്തിക്കുന്ന ഏത് കമ്പസ്റ്റൻ പ്രോസസ്സും, ഇപ്പം ഏത് ജ്വലന പ്രക്രിയയിലും പുറത്തു വരുന്നത്, ജ്വലനം പൂർണ്ണമായിട്ട് നടന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാരണം എല്ലാ ഫ്യൂവൽസിലും, എല്ലാ ഇന്ധനങ്ങളിലും കാർബൺ ഉണ്ട്. അത് കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ അതിപ്പോൾ വിറക് കത്തിച്ചാലും, കൽക്കരി കത്തിച്ചാലും, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കത്തിച്ചാലും ഒക്കെ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ വിറകടുപ്പ് കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കിയ കാലം തൊട്ടേ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ കമ്പസ്റ്റൻ കംപ്ലീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് കമ്പസ്റ്റൻ കാർബൺ ഡൈ ഓക്സൈഡ് ഫോർമേഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ 19ാം നൂറ്റാണ്ടിൽ ഈ വ്യവസായ വിപ്ലവം കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ആദ്യം കൽക്കരിയായിരുന്നു,
ആദ്യത്തെ സ്റ്റീം എഞ്ചിനെല്ലാം കോൾ ബേസ്ഡ് ആയിരുന്നു. കോളിൻ്റെ അകത്ത് കോളും കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. അതിൻ്റെ കൂടെ മറ്റ് ഗ്യാസസും ഉണ്ടാവും, നൈട്രജൻ ഓക്സൈഡുകൾ പോലെ സൾഫർ ഡൈ ഓക്സൈഡ് പോലെയൊക്കെയുള്ള വാതകങ്ങളുണ്ടാവും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതോ ഉണ്ടാവും. അപ്പം 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കാരണം നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പം കൂടുതൽ ഊർജം വേണ്ടി വന്നു, നമ്മുടെ എനർജി കൺസംഷൻ കൂടി. അപ്പം കൂടുതൽ ഫ്യൂവൽ കത്തിച്ച് വേണം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇന്നും നമ്മളുടെ രാജ്യത്ത് പോലും നമ്മുടെ എനർജി ജനറേഷൻ്റെ ഏതാണ്ട് 60% കോളിൽ നിന്നാണ്, കോൾ ബേസ്ഡ് പവർ പ്ലാന്റ്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം കത്തിക്കുന്ന കോളിൽ നിന്നെല്ലാം വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരുന്നുണ്ട്. അത് കുറയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമാണോ എന്നറിയില്ല. കാരണം നമുക്ക് മറ്റ് ഫ്യൂവൽസ് ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കോൾ ഡെപ്പോസിറ്റ്സ് അടുത്ത 200 കൊല്ലത്തേക്കോ 250 വർഷത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന കോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓയിൽ റിസോഴ്സസ് ഒക്കെ ഡിപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറേ കോള് ഇവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അതൊരു കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പം നമ്മൾ മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സസിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം. ഇപ്പോൾ സോളാർ എനർജിയിലേക്കും വിൻഡ് എനർജിയിലേക്കും അതുപോലെ നമ്മുടെ ഹൈഡ്രോ പവർ ശരിക്കും ഒരു ക്ലീൻ എനർജിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനൊന്നും ഇല്ലാത്ത ഹൈഡ്രോ പവർ ഉണ്ട്. പക്ഷേ ഹൈഡ്രോ പവർ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നമുക്ക് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അതും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇപ്പം വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിന് നമ്മൾ കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോകാത്തത്. ഇപ്പോൾ നമുക്ക് പലർക്കും സൈലന്റ് വാലി പ്രോജക്റ്റിൻ്റെയൊക്കെ കഥയൊക്കെ നമുക്കറിയാം. അതിനെതിരായിട്ടൊക്കെ വലിയ പ്രക്ഷോഭണങ്ങളൊക്കെ ഇവിടെ 1970s 80s ആദ്യമൊക്കെ നടന്നതും ഒക്കെ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചതും ഒക്കെ. അപ്പം അതുപോലെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. അപ്പം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസാണ് ഗ്ലോബൽ വാർമിങ്ങിന് പ്രധാനമായിട്ടും കാരണമാകുന്നത്. പിന്നെ ഉള്ളത് അഗ്രികൾച്ചറാണ്. കൃഷി ചെയ്യുന്നതും ഇതിന് കാരണമാവുന്നുണ്ട്. അഗ്രികൾച്ചറിൽ ഇപ്പം അവിടെയെല്ലാം ഇപ്പം നമ്മുടെ പ്രത്യേകിച്ച് വലിയ വനം ഉള്ള ഇപ്പം ആമസോൺ കാടുകൾ, ലോകത്തിലെ ഏറ്റവും തിക്കായിട്ടുള്ള ഫോറസ്റ്റൊക്കെ ഉള്ള പ്രദേശങ്ങൾ. അപ്പം അവിടെയെല്ലാം ഈ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ നടക്കുന്നതുമെല്ലാം അത് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ചിന് നേരിട്ട് കാരണമാവുകയാണ്. ആ നാച്ചുറൽ ഹീറ്റിംഗ് കൂളിംഗ് പ്രോസസ്സിൽ നമ്മുടെ വൃക്ഷങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അത് നടക്കാതെ പോകുന്നു. അപ്പം വനനശീകരണം വ്യാപകമായിട്ട് നടക്കുന്നു. കൃഷിക്കൊക്കെ വേണ്ടി വനങ്ങൾ വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെടുന്നു. അപ്പം അത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം കാരണം വനത്തോടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം പുൽമേടുകളിൽ ധാരാളം കന്നുകാലികളെ വളർത്തി പല രാജ്യങ്ങളിലും അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ. വലിയ പുൽമേടുകളിലൊക്കെ പാസ്റ്റേഴ്സ് എന്നൊക്കെ അവർ വിളിക്കുന്ന പുൽമേടുകളിലൊക്കെ കാലികളെ മേയാൻ വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാലും മറ്റ് വിഭവങ്ങളും ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആ അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് വരുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റോക്കിൽ നിന്ന് വരുന്നത്, പിന്നെ ഇതിനെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്ന CO2 എമിഷൻസ്, അതെല്ലാം ഈ ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഘടകം കൂടെയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വനനശീകരണവും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് അത് ഒരു പക്ഷേ വരൾച്ചയുടെയൊക്കെ ഫലമായിട്ടായിരിക്കാം ധാരാളം കാട്ടുതീ, ഈ ഫോറസ്റ്റ് ഫയേഴ്സ്, അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഫയറൊക്കെ ഫോറസ്റ്റൊക്കെ കത്തി നശിക്കുമ്പോൾ ഏതായാലും അവിടെയും കമ്പസ്റ്റനാണ്. അപ്പോൾ ഈ കത്തുന്ന ഫോറസ്റ്റിൻ്റെ തടിയൊക്കെ കത്തിയിട്ട് അവിടെയും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് വരുന്നു. അതെല്ലാം അന്തരീക്ഷത്തിലേക്ക് വരുന്നു. അങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിനൊരു മേജർ കോൺട്രിബ്യൂട്ടറായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും പറയുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കഴിഞ്ഞാൽ സെക്കൻഡ് ലീഡിങ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഡീഫോറസ്റ്റേഷനാണ്. ഡീഫോറസ്റ്റേഷനും വൈൽഡ് ഫയേഴ്സും എല്ലാമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. പിന്നെ ഉള്ളത് ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മുടെ മനുഷ്യൻ്റെ ഇടപെടലുകൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കാലാവസ്ഥ മാറ്റത്തിനും കാരണമാകുന്നുണ്ട്. അവിടെയും
നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യങ്ങൾ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നു, അതിൽ നിന്നുള്ള ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അതുപോലെ ഇപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലൊക്കെ അവർക്ക് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് ധാരാളം ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആണ്, അത് ആവശ്യമാണ്. ഇപ്പോൾ കുറേയൊക്കെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽ ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ന്യൂക്ലിയർ എനർജിയുടെ അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂസ് കൊണ്ടൊക്കെ അതിനൊക്കെ പല രാജ്യങ്ങളിലും അതിനൊക്കെ എതിർപ്പുണ്ട്, റേഡിയോ ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. പക്ഷേ അതൊരു റിന്യൂവബിൾ എനർജി ആയിട്ടൊക്കെ പലപ്പോഴും ന്യൂക്ലിയർ എനർജി പറയേണ്ടത്, അതുകൊണ്ട് പക്ഷേ പല രാജ്യങ്ങളും അതിലേക്ക് പോകുന്നില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, കാരണം വാഹനങ്ങളുടെ എണ്ണത്തിലൊക്കെ വന്നിട്ടുള്ള വലിയ വർധനവ് എല്ലാ രാജ്യങ്ങളും, അത് മനുഷ്യൻ്റെ ഹ്യൂമൻ ആക്ടിവിറ്റി ആയിട്ട്, മനുഷ്യൻ്റെ കംഫർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, അതും ഒരു മേജർ ഇതാണ്. പിന്നെ ഇൻഡസ്ട്രീസിൽ നിന്നും വരുന്നുണ്ട്. ഇൻഡസ്ട്രികളിലും ഈ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിലും, അതുപോലെ ഇപ്പം നാച്ചുറൽ ഗ്യാസ് കുറെ കൂടെ ഒരു ക്ലീൻ ഫ്യൂവൽ ആയിട്ടാണ് പറയുന്നത്. മറ്റു തരത്തിൽ, പക്ഷേ കമ്പഷൻ നടന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ മറ്റു തരത്തിലുള്ള പൊള്യൂഷൻ അത് കുറവാണ്. ഇപ്പം നമ്മൾ നാഫ്ത പോലെയോ ഡീസൽ പോലെയോ ഒക്കെ ഉള്ള ഫ്യൂവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എമിഷൻസ്, മറ്റ് വാതകങ്ങളുടെ എമിഷൻ കുറവാണ്, സൾഫർ ഡൈ ഓക്സൈഡ് എമിഷനൊക്കെ കുറവാണ്. അതുപോലെ നമ്മൾ ലൈഫ് സ്റ്റോക്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പം ലൈഫ് സ്റ്റോക്ക് അത് പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ലൈഫ് സ്റ്റോക്ക് ഒരു ഘടകമാണ്. ഹ്യൂമൻ ആക്ടിവിറ്റി, ഡീഫോറസ്റ്റേഷൻ, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, പ്രധാനമായിട്ടും ഈ 4 ഫാക്ടേഴ്സാണ്, 4 കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയാം. ആ ഫാക്ടേഴ്സാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത്. ആ ഗ്ലോബൽ വാർമിംഗ് വഴി ആണ് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുകയും അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ലിങ്കേജാണ്. അതാണ് ഏറ്റവും, അതിനെയൊക്കെ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ശാസ്ത്രകാരന്മാരൊക്കെ ഉണ്ട് US-ലൊക്കെ, പക്ഷെ അവർക്ക് വലിയ പിന്തുണയൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ഇന്ന് വിശ്വസിക്കപ്പെടുന്നത്. ശാസ്ത്രലോകം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു സിദ്ധാന്തം ഈ ഒരു രീതിയിലാണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസും ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ച്, ആ ഒരു ചെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നു. അതാണ് പരക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. ഈ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്തെല്ലാമാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ? ആ പ്രത്യാഘാതങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്ട്സും ഉണ്ട്, ഒരു ഷോർട്ട് ടൈം ഇഫക്ട്സും ഉണ്ട്, പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ ഇഫക്ട്സ് ഉണ്ട്. അതുകൂടാതെ ലോങ് ടൈം ഇഫക്ട്സും ഉണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് എഫക്ട്സ് എന്ന് പറയുന്നത്, അത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ അത് കൂടുതലും ഈ എക്സ്ട്രീം വെതർ ആണ്. നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ആ വെതർ കണ്ടീഷൻസ്, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആണ്. അപ്പം അതുപോലെ തന്നെ ഈ പലപ്പോഴും ഈ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വരുമ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റും കൂടെ ഉണ്ട്. അത് പലപ്പോഴും പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയൊക്കെ തകിടം മറിക്കുന്നുണ്ട്. കാരണം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിലേക്കൊക്കെ അത് നയിക്കും. കാരണം ഇപ്പം അമേരിക്കയിലും അതുപോലെയൊക്കെയുള്ള ഓസ്ട്രേലിയയിലും അവിടെയൊക്കെയാണ് ഇത് കൂടുതലും, ഈ വൈൽഡ് ഫയേഴ്സും അതുപോലെ തന്നെ ടൊർണാഡോസും വലിയ സൈക്ലോൺസും ഒക്കെ കൂടെ വരുന്നത്. അപ്പം എനിക്ക് പറയുന്നത് 2019 ശേഷം US-ൽ ഏതാണ്ട് ഒരു 6 ക്ലൈമറ്റ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. പലതരത്തിലുള്ള 6. അപ്പം 2019 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 6 ഡിസാസ്റ്റേഴ്സ്. അപ്പം അതിൻ്റെ ഒരു എക്കണോമിക് കോസ്റ്റ് എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് $1 ബില്യൺ. അതുകൊണ്ട് ആ രാജ്യത്തിന് വന്നിട്ടുള്ള ഒരു ബേർഡൻ എന്ന് പറയുന്നത് $1 ബില്യൺ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ എക്സ്ട്രീം ഇവൻറ്റ്സ് അതിൻ്റെ ഫ്രീക്വൻസിയും കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ രാജ്യത്തുമൊക്കെ നമ്മളുമൊക്കെ അനുഭവിക്കും. അതിൻ്റെ ഫ്രീക്വൻസിയും കൂടുന്നു, അതുപോലെ ഇൻറ്റൻസിറ്റിയും കൂടുന്നു. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. നേരത്തെയും ഇതുപോലെയൊക്കെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഇവൻറ്റ്സ് എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി കുറവായിരുന്നു, ഇൻറ്റൻസിറ്റിയും കുറവായിരുന്നു. പക്ഷേ ഈ കാലാവസ്ഥ മാറ്റം പ്രകടമായപ്പോഴേക്കും, ഈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വർദ്ധിച്ചു വന്ന സമയത്ത് ഇതിൻ്റെ ഫ്രീക്വൻസി കൂടുന്നു, ഇൻറ്റൻസിറ്റി കൂടുന്നു. അത് രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എക്സ്ട്രീം വെതർ കണ്ടീഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സ്ട്രീം വെതറിന്, അപ്പോൾ ഈ ആ ക്ലൈമറ്റ് ഇതുകൊണ്ടുണ്ടാകുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ
വളരെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റുകളും അതുപോലെ തന്നെ ഹരിക്കെയിൻസ്, എക്സ്ട്രീം സ്റ്റോംസ് ആൻഡ് ഹരിക്കെയിൻസ് ഉണ്ടാവുന്നു. ഹീറ്റ് വേവുകൾ, ഇപ്പം ഡൽഹിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹീറ്റ് വേവ് കണ്ടീഷൻ വരുന്നു. ഈവൻ നമ്മൾ തന്നെ ഹീറ്റ് വേവ് ഒക്കെ അനുഭവിച്ചെന്ന് തോന്നുന്നു. മെയ് മാസം ആദ്യം, ഈ ഏപ്രിൽ മാസം അവസാനമൊക്കെ ഹീറ്റ് വേവ്, ഒരുതരം ആ കാറ്റടിക്കുന്നത് തന്നെ ഹോട്ടായിട്ടുള്ള ഹീറ്റ് വേവാണ്. ഹീറ്റ് വേവുകൾ വരുന്നു. കാട്ടിൽ ഈ തീ പിടിക്കുന്നു, വൈൽഡ് ഫയേഴ്സ് ഉണ്ടാവുന്നു. അതുപോലെ കൂടുതൽ ഫ്ലഡിങ്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. അതും നമ്മൾ മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ, അതുപോലെ 2018 ഫ്ലഡൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ വരൾച്ച, നേരെ എതിരായിട്ടുള്ള വരൾച്ച. പല വർഷങ്ങളിലും നമുക്ക് മഴ കിട്ടാതെ വരുന്നു. ഇപ്പം 2023 നമുക്ക് മഴയുടെ അളവ് കുറവായിരുന്നു. പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്ക് സമാനമായിട്ടുള്ള സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പം ഹെവിയർ ഡ്രൗട്ട്സ്. അപ്പം അത് പല രാജ്യങ്ങളിലും ഉണ്ട്. നമുക്ക് ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ അത് വളരെ, ഇപ്പം നമുക്ക് ഈ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഇതൊക്കെ കേട്ട് കാണും. കേപ്പ് ടൗണിൽ വെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും എന്ന് ഒരു 3 വർഷം മുമ്പൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നു. അവിടെയുള്ള ജലാശയങ്ങൾ മുഴുവനും വറ്റാനായിട്ട് തുടങ്ങി. എക്സ്ട്രീം മഴ തീരെയില്ല. ഒരു 1.5 വർഷം കടുത്ത വരൾച്ചയിൽ ജലാശയങ്ങളെല്ലാം വറ്റി. വെള്ളത്തിൻ്റെ അളവ് അവർ റേഷനായിട്ട് വെള്ളം കൊടുക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിന് 25 ലിറ്റർ വെള്ളം ഒരു ദിവസത്തേക്ക്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൊക്കെ എത്തിയെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അത്രയ്ക്ക് വെള്ളം കൊടുക്കാനില്ല. പിന്നെ ഭാഗ്യത്തിന് അവർക്ക് എനിക്ക് തോന്നുന്നൊരു മഴ പെട്ടെന്ന് കിട്ടി. അങ്ങനെ ജലാശയങ്ങളൊക്കെ നിറഞ്ഞു, കുറേ മഴ പെയ്തു. അങ്ങനെ ആ പ്രശ്നം തൽക്കാലത്തേക്ക് സോൾവ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് ഗവൺമെൻറ്റിന് ഇനി റെസ്പോൺസിബിലിറ്റി ഇല്ല, വേണ്ടവരൊക്കെ കേപ്പ് ടൗൺ വിട്ടു പോക്കോളൂ എന്നൊക്കെ ഗവൺമെൻറ് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മളെല്ലാം കാത്തിരിക്കുന്നൊരു അവസ്ഥയായിരിക്കും. നമുക്കറിയില്ല എങ്ങനെയാണ് നമ്മൾ വരുന്നതെന്നുള്ളത്. പിന്നെ ഉള്ളത് ഇതുകൊണ്ടുണ്ടാവുന്ന സേഫ്റ്റി ആൻഡ് എക്കണോമിക് ചലഞ്ചസ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം സേഫ്റ്റി ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈ വെതർ ഇവൻറ്റ്സ് ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ആ ലോകത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയെ തന്നെ ഇത് ബാധിക്കാം. കാരണം ഒരു രാജ്യത്തെ ഇതുപോലെയുള്ള കടുത്ത വരൾച്ചയും കാരണം അത് ഭക്ഷ്യക്ഷാമത്തിലേക്കൊക്കെ, ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാം, പട്ടിണി ഒരു വലിയ പ്രശ്നമായിട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അതൊക്കെ പല രാജ്യങ്ങളിലും ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളിലേക്കൊക്കെ പോകും. ആളുകൾക്ക് ഭക്ഷണം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ സംഘർഷങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഗ്ലോബൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാം. ഈ ഹങ്കർ, പട്ടിണി, ഇതൊരു വലിയ ഇഷ്യൂ ആണ്. പോവർട്ടി, കോൺഫ്ലിക്റ്റ്. ഇപ്പം നമ്മൾ കേട്ട് കാണും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളുകൾ എന്ന് പറഞ്ഞ് 17 എണ്ണം യുണൈറ്റഡ് നേഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2015 മുന്നോട്ട് വെച്ചതാണ്. അത് 2030 കുറേയെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ. അപ്പോൾ അതിൽ ആദ്യത്തെ SDG 1 എന്ന് പറയുന്നത് നോ പോവർട്ടി എന്നാണ്. ആ ഒരു ഗോള് 2030 അച്ചീവ് ചെയ്യാൻ പറ്റുമോ, നോ പോവർട്ടി. രണ്ടാമത്തേത് നോ ഹങ്കർ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ എല്ലാ രാജ്യങ്ങളും എടുക്കണം. അങ്ങനെയൊക്കെയാണ് SDG 1, 2 ഒക്കെ പോകുന്നത്. അപ്പോൾ അതിനെയെല്ലാം ബാധിക്കാം. അപ്പോൾ അവിടെ ഈ സേഫ്റ്റി ആൻഡ് എക്കണോമിക് ചലഞ്ചസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സേഫ്റ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ ഈ എയർ ഫ്ലോയിൽ, അറ്റ്മോസ്ഫിയറിലൊക്കെ വരുന്ന വലിയ മാറ്റങ്ങൾ. ഇപ്പം എയർ ട്രാവലൊക്കെ അടുത്ത കാലത്ത് 1-2 ന്യൂസിലൊക്കെ വന്നിരുന്നത് ഈ എയർ പോക്കറ്റിലൊക്കെ പെട്ടെന്ന് വിമാനങ്ങളൊക്കെ പെട്ടെന്ന് താഴേക്ക് വന്നു. എനിക്ക് തോന്നുന്നത് ഒരു സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു യാത്രക്കാരൻ മരിച്ചു. അദ്ദേഹം എനിക്ക് സീറ്റ് ബെൽറ്റൊക്കെ, അത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്, പക്ഷെ പെട്ടെന്നാണ് അത് ആ റഡാറിനൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. പെട്ടെന്നൊരു എയർ പോക്കറ്റിലേക്ക് അത് പോയി, വിമാനം പെട്ടെന്ന് താഴേക്ക് 3000 അടി താഴേക്കൊക്കെ വന്നു എന്നൊക്കെയാണ് ന്യൂസിൽ വായിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുന്നില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റംസിനൊക്കെ പോലും ഇത് മുൻകൂട്ടി കണ്ട്, സാധാരണഗതിയിലൊക്കെ വിമാനങ്ങൾ വഴിതിരിച്ചൊക്കെ അത് പോകാനായിട്ട് സാധിക്കും. അതിന് പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നു. ഇതെല്ലാം സേഫ്റ്റിയെയും കൂടെ ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇതുപോലെയൊക്കെയുള്ള നമ്മുടെ സീ ട്രാവലിലും ഒക്കെ അത് വരാം. സീ ട്രാവലിലൊക്കെ നമ്മുടെ മറൈൻ എൻവയോൺമെൻറ്റിലൊക്കെ ഇതുകൊണ്ടുണ്ടാവുന്ന കാലാവസ്ഥ മാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ കൊടുങ്കാറ്റുകളും അതെല്ലാം കാരണം നമ്മുടെ എല്ലാം ഈ ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത് കടൽ മാർഗ്ഗമാണ്. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷമൊക്കെ മാറുന്ന, അവിടുത്തെയൊക്കെ സേഫ്റ്റി അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറാം. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈം ഇഫക്ട്സ് ആണ്.
പിന്നെ ലോങ് ടേം ഇഫക്ട്സ് എന്ന് പറയുന്നത് അതിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് നമ്മുടെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അതും ഇപ്പോൾ പല പഠനങ്ങളും നമ്മുടെ ബഹുമാനായിട്ടുള്ള ഡോക്ടറൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. അതായത് ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ്, ഹീറ്റ് സ്ട്രെസ് കൊണ്ടും എല്ലാം വരുന്ന പല വിധത്തിലുള്ള രോഗങ്ങൾ, അതുപോലെ ഈ എക്സ്ട്രീം വെതർ കൊണ്ടുണ്ടാവുന്ന ഇഞ്ചുറീസ് ആൻഡ് ഫെറ്റലിറ്റീസ്, ഈവൻ പലപ്പോഴും ആളുകൾക്ക് ആ ചൂടൊക്കെ താങ്ങാൻ പറ്റാതെ ആളുകൾ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ വരുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ആസ്മയും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസുകൾ, വെള്ളം ക്വാളിറ്റി വാട്ടർ, പോർട്ടബിൾ വാട്ടർ വേണ്ടത്ര കിട്ടാതെ വരുന്നതുകൊണ്ട് പുവർ വാട്ടർ ക്വാളിറ്റിയിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ, നമ്മൾ ജലജന്യ രോഗങ്ങൾ, വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വാട്ടർ ആൻഡ് ഫുഡ് സപ്ലൈ ഇൻസെക്യൂരിറ്റീസ്, ഇതെല്ലാം കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളത് ഈ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മനുഷ്യനെ ഇതെല്ലാം ബാധിക്കുന്നത് പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒക്കെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്പീഷീസുകളും ഒക്കെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു എക്സ്റ്റിങ്ഷനിലേക്ക് പോവാം. ഇപ്പോൾ ഒരു കണക്ക് പറയുന്നത് ഏതാണ്ടൊരു 30% ഈ നിലയിൽ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഭൂമുഖത്തുള്ള ഒരു 30% സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ അതെല്ലാം വംശനാശ ഭീഷണി നേരിടും എന്നാണ് പല ശാസ്ത്രകാരന്മാരും ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ ലോങ് ടേം ഇമ്പാക്റ്റ് ആയിട്ട് വാട്ടർ, ഫുഡ് റിസോഴ്സുകളെ എല്ലാം അത് ബാധിക്കും. പിന്നെ സീ ലെവൽ റൈസ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറയുന്നത് പലപ്പോഴും പറയുന്നത് ഇവിടെ കൊച്ചിയിലൊക്കെ ചിലപ്പോൾ 2050 ആകുമ്പോൾ കൊച്ചി നഗരം വെള്ളത്തിനടിയിൽ, അത് അങ്ങനെ ഒരു പ്രവചനം ശരിയാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ അതായത് ഐസെല്ലാം ഉരുകിയിട്ട് ആർട്ടിക്കിൽ നിന്നും അന്റാർട്ടിക്കിൽ നിന്നൊക്കെ ഇതെല്ലാം ഉരുകി സമുദ്രത്തിൻ്റെ സീ ലെവൽ റൈസ് ചെയ്തിട്ട് കോസ്റ്റൽ ഏരിയയൊക്കെ വെള്ളത്തിനടിയിലാവും. പല രാജ്യങ്ങളൊക്കെ വെള്ളത്തിനടി, ഇപ്പം മാലിദ്വീപ് പോലെയൊക്കെയുള്ള രാജ്യങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവും എന്നൊക്കെയാണ് ഒരു പ്രവചനം വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കോസ്റ്റൽ ഏരിയയെ അത് ബാധിക്കാം. പിന്നെ ഈ ഐസ് പാളികളൊക്കെ ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നമ്മുടെ ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ഒക്കെ കൂടുമ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് സീ ലെവൽ റൈസ് വരുന്നത്. അതുണ്ട്. അത് ഗ്രീൻലാൻഡിലും അന്റാർട്ടിക്കയിലൊക്കെ ഈ ഐസ് ഷീറ്റ്സിൻ്റെ ആ മെൽറ്റിങ് ഒരു 30% കണ്ട് കൂടി എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു 45 വർഷം കൊണ്ട്. അങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രതിഭാസം പറയുന്നത് ഓഷ്യൻ അസിഡിഫിക്കേഷൻ. കാരണം ഈ കടലിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുവാണ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടി വരുന്നു, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കൂടുമ്പോൾ. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു സിങ്ക് എന്ന് പറയുന്നത് അത് പോയിട്ട് ലയിക്കാം ഈ നമ്മുടെ കടലിൽ. കാരണം വെള്ളത്തിൽ നമ്മൾ സോഡ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് പ്രഷറിലാണ് എങ്കിലും അല്ലാതെ തന്നെ കുറേ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിക്കും, അത് കോണ്ടാക്റ്റ് വരുമ്പോൾ. അങ്ങനെ അത് ഓഷ്യൻ്റെ അസിഡിഫിക്കേഷൻ, അതിൻ്റെ pH കുറയ്ക്കുന്നു. അപ്പോൾ pH അത് അസിഡിക് ആകുമ്പം അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇനി ഇതിന് എന്താണൊരു പോംവഴി എന്താണ്? അത് പല പോംവഴികളും പറയാറുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ്, limit the temperature increase to below 1.5 degrees Celsius compared to pre-industrial levels. ആയിട്ട് കമ്പയർ ചെയ്തൊരു 1.5 ഡിഗ്രി സെൽഷ്യസ് അതിനപ്പുറം കൂടാതെ നോക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ 1.5 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല മാർഗങ്ങളും പറയാറുണ്ട്. ഒന്നാമതായിട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് പോവുക. കാരണം ഫോസിൽ ഫ്യൂവലുകളുടെ ഉപയോഗം കുറച്ച് സോളാറും അതുപോലെ വിൻഡും ജിയോ തെർമൽ എനർജി, അങ്ങനെ പല എനർജിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ രംഗത്ത് കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ ഉള്ളത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ, ഉപകരണങ്ങൾ. കാരണം അതെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ അപ്ലയൻസസും എനർജി ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും മിക്സിയും എല്ലാം, അതുപോലെ എയർ കണ്ടീഷണറും ഫ്രിഡ്ജും എല്ലാം എനർജി കൂടുതൽ. കാരണം അപ്പം കുറേ കൂടി എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസ് ഉപയോഗിക്കുകയാണെങ്കിൽ എനർജി ഉപയോഗം കുറയുമ്പോൾ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അങ്ങനെ എമിഷൻ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറയ്ക്കാം
എന്നുള്ള ഒരു ചിന്താഗതി. അതും ചെറിയതായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു വില കൂടുതലായിരിക്കും. ഇപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഫ്രിഡ്ജ് വരുന്നു, അല്ലെങ്കിൽ AC വരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഫുഡിൻ്റെയൊക്കെ വേസ്റ്റേജ് കുറയ്ക്കുക. കാരണം നമ്മൾ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ പല രാജ്യങ്ങളിലും, നമ്മുടെ രാജ്യത്ത് അത് കുറച്ച് കുറവാണ്, ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ഫുഡ് മാത്രം നമ്മൾ പാകം ചെയ്യുക, അത് കഴിക്കുക, വേസ്റ്റേജ് കുറയ്ക്കുക. കാരണം ഭക്ഷണത്തിൻ്റെ വേസ്റ്റേജ്, കാരണം ഫുഡ് ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ ചിലവാക്കുന്ന എനർജി എല്ലാം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉള്ളത് ഇന്നിപ്പോൾ എല്ലാവരും ഈ റീയൂസ്, റീസൈക്കിൾ, റിക്കവർ എന്നൊക്കെ ഉള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ കൺസ്യൂമറിസം. അപ്പം പലപ്പോഴും പറയുന്നത് നമ്മൾ റെഫ്യൂസ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റെഫ്യൂസ് ചെയ്യുക, പറ്റാവുന്നത് റീയൂസ് ചെയ്യുക. എത്രത്തോളം കാലം ഈ അപ്ലയൻസസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നീട്ടിക്കൊണ്ടു പോവുക. പിന്നെ റീസൈക്കിൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെറിയ തോതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ഈ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം നമുക്ക് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല നമ്മുടെ തലത്തിൽ ഫോസിൽ ഫ്യൂവൽസ്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഈ റിന്യൂവബിൾ എനർജിയുടെ ഉൽപ്പാദനം കൂട്ടി ഒരു അൾട്ടിമേറ്റായിട്ട് ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം തീരെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരേണ്ടി വരും. പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഈ വനനശീകരണത്തിന് അതും നിർത്തുക. കാരണം അത് നമ്മൾ നേരത്തെ കണ്ടു, ഡീഫോറസ്റ്റേഷൻ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു വലിയ കാരണമാണെന്ന് കണ്ടല്ലോ. അപ്പം അതുപോലെ അഫോറസ്റ്റേഷൻ, വനവത്കരണം. ഇപ്പം ഇത്തവണത്തെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശവും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ് എന്ന് പറഞ്ഞായിരുന്നു ഇപ്പം നമ്മൾ ഈ ജൂൺ 5-ാം തീയതി ആചരിച്ച വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയുടെ തീമായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഈ ലാൻഡൊക്കെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേ പറ്റുള്ളൂ. അഫോറസ്റ്റേഷൻ, ഇപ്പോൾ വനങ്ങൾ വെട്ടി നശിപ്പിച്ച സ്ഥലത്ത് അത് റീഫോറസ്റ്റ് ചെയ്യാം, പുതിയതായിട്ട് നമുക്കൊരു അഫോറസ്റ്റേഷൻ നടത്താം. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ആഫ്രിക്കയിലൊക്കെ അത് വൻതോതിൽ വലിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്. കാരണം അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വനനശീകരണം നടന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സ്വീകരിക്കുക വഴി ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു പരിധിവരെയൊക്കെ നമുക്ക് തടയിടാൻ പറ്റും എന്നാണ് ശാസ്ത്രകാരന്മാരും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പോളിസി വിദഗ്ധന്മാരും എല്ലാം പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലെവലിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി. നമുക്ക് ആഗോളതലത്തിലൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഗ്ലോബൽ പോളിസിയിലൊന്നും നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ലെവലിൽ ആ പ്രാദേശിക തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള. അല്ലെങ്കിൽ വീട്ടിലൊരു ബൾബ് ഇപ്പം നമ്മളെല്ലാം നമ്മുടെ LED ബൾബുകളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആണ്. അങ്ങനെ എനർജി കൺസംഷൻ കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ പലപ്പോഴും ഒരിത് പറയുന്നത്, നമ്മളിപ്പം ധാരാളം പ്ലഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പല മൊബൈലുകളുണ്ടാവും, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഈ പ്ലഗൊക്കെ പലപ്പോഴും കുത്തിയിട്ടിരിക്കും. അപ്പോൾ അതുപോലും കുറേ എനർജി ലോസിന് കാരണമാകുന്നുണ്ട്. ആവശ്യമില്ലാത്തപ്പോൾ പ്ലഗും കൂടെ ഊരിയിടുക, അതുവഴി തന്നെ കുറേ എനർജി സേവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫോസിൽ ഫ്യൂവൽ ഇതിൻ്റെ കൺസപ്ഷൻ കുറച്ച് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റേജ് പോലെ തന്നെ വെള്ളത്തിൻ്റെ വേസ്റ്റേജ്. കാരണം അത് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ കുറച്ച് ലാവിഷാണല്ലോ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ, ടാപ്പൊക്കെ തുറന്നിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ. അപ്പോൾ അതിലൊക്കെ നമുക്ക് കുറേയൊക്കെ വെള്ളം കൺസർവ് ചെയ്യാൻ പറ്റുക. അതും ഇൻഡയറക്റ്റായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് സഹായിക്കും. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പം പലരും EV ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അതും ഒരു പരിധിവരെയൊക്കെ. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ലൈഫ് സൈക്കിൾ കോസ്റ്റും അതൊക്കെ എടുക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള പല ഡിബേറ്റുകളും നടക്കുന്നുണ്ട്. എങ്കിലും ഹൈബ്രിഡ് കാറുകളും ഒക്കെ ആ ഒരു എമിഷൻ കുറയ്ക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലോക്കൽ ലെവലിൽ ചെയ്യാൻ പറ്റുക. ഒന്ന് നമുക്ക് സമയമാവുകയാണ്, ഇനി കുറച്ച് നേരം ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരവസരം കൂടെ. അപ്പോൾ ഈ ഒരു ലെക്ചർ അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനി ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ്റെ സമയമാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.